ഇതെന്താ ഇവിടെ ബട്ടർഫ്ലൈയോ? ഇതെന്താ സംഭവം? ഇതെന്ത് പൂവാണ് ഗൈസ്? ഇതൊന്നും ശരിക്കും ഇത് ബട്ടർഫ്ലൈ എന്റെ മേലെ ഇടുന്നത് ഗൈസ്. ഇതൊന്നും ശരിക്കുള്ള പൂവല്ല, ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ്. ഇത്രയും പ്ലാസ്റ്റിക് പൂങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ശരിയാ ഗൈസ്, അത് ശരി കേട്ടോ. മഴ കാരണം മേടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ കൊള്ള നല്ല ഇത് ശരിക്കും തല കേട്ടോ. ഇത് ശരിക്കും തല അല്ല, അത് ശരിക്കത്താണ്. ഇത്ര ഇലകൾ അല്ല, എന്നാൽ ഇത്രയും പൂക്കൾ നിങ്ങൾക്ക് എവിടെ കിട്ടി? അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇനി നാളെ ഈ ഫ്ലവർ വെച്ചിട്ട് വേറെ ഫ്ലവർ അങ്ങനെ ഈ സത്യം ഇത് വാടി പോകത്തില്ല. സിമ്പിൾ ആണ്, സ്മെല്ലും ഇല്ല, ഒന്നുമില്ല. ഓരോരോ വെറൈറ്റി ഇങ്ങനെ ഈമേലത്തെ പൂവൊക്കെ നിങ്ങൾ ഇതുമേലത്തെ പൂക്കളൊക്കെ അവിടെ അതൊക്കെ എടുത്തില്ലേ കിട്ടാ? അത് അവിടെ ഉള്ളതല്ലേ? അത് ഇത് നമ്മളെ മുറ്റത്തുനിന്ന് ഇതും മാത്രമുള്ള കുറച്ച് ബാക്കിയല്ല. പക്ഷെ രസം കിട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, അടിപൊളി കളർഫുൾ സാധനം. ഇന്നലെ നമ്മൾ വിചാരിക്കുന്നു, ഇന്നലെ ഇന്നായിട്ട് ഭയങ്കര മഴ കേട്ടോ. ഭയങ്കര മഴ. ഇപ്പൊ 2-3 ദിവസമായി വെയിലായിരുന്നു. ഞാൻ പറഞ്ഞതറിയോ, ഈ ഓണം ആരാഘോഷിക്കുന്ന? ഓണം എല്ലാവർക്കും, മലയാളികൾ, കേരളത്തിലുള്ള എല്ലാരും മതം അങ്ങനൊന്നും ഇല്ലല്ലോ. നമ്മളൊക്കെ ടീച്ചർ പറഞ്ഞത് കുട്ടികൾക്ക് മുസ്ലിങ്ങൾ ആഘോഷിക്കാൻ പാടുള്ളതല്ലാന്ന് അവിടെ ക്ലാസ് എടുത്ത് കൊടുക്കുക. നമ്മളെല്ലാ വർഷവും ക്രിസ്മസ്, ഓണം അങ്ങനെ എല്ലാം ആഘോഷിക്കാറുണ്ട്. നമുക്ക് ഇഷ്ടമാണ് എല്ലാം ആഘോഷിക്കാൻ. ഏതോ ചാനലിൽ പോയിട്ടില്ലേ ഓണത്തിന് പായസം വെച്ച് ഭയങ്കര, പ്രത്യേകിച്ച് ഭയങ്കര പ്രാന്ത്. ഇന്നിപ്പോ പോവാൻ വിചാരിച്ചായിരുന്നു നമ്മള്, പക്ഷെ ഭയങ്കര മഴ. നിന്നത് മഴ. അതുകൊണ്ട് നാളെയും വേറെ ഓണത്തിനാണ് നമ്മള് പായസം വെക്കും. പിന്നെ എന്തൊക്കെയോ സദ്യ ഓർഡർ ചെയ്യലുണ്ട്. നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, എല്ലാം ആഘോഷിക്കും. ഇന്നലെ മുതൽ എല്ലാം ആഘോഷിക്കും. പുതിയ എന്തെങ്കിലും ഉണ്ടാക്കി എടുക്കണം നമുക്ക് ആഘോഷിക്കാൻ. എന്തെങ്കിലും വെറുതെ ഇങ്ങനെ ആഘോഷിക്കാം. ഇതല്ല ആഘോഷങ്ങള്, ക്രിസ്മസ്, ദീപാവലി, പിന്നെ ഓണം, പെരുന്നാള് ആഘോഷിക്കണോ അല്ലേ ഗൈസ്? ഇപ്പൊ കുറച്ചായിട്ട് നമ്മൾ PC ഒന്നും അങ്ങനെ ഓൺ ആക്കാറില്ല കേട്ടോ. ഇടയ്ക്കുള്ള ഓൺ ആക്കാറ്. പിന്നെ എനിക്ക് ഗെയിം ഒന്നും കളിക്കാൻ കഴിയില്ല. ഗെയിം കളിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഓവർ ഹീറ്റ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഇതിൻ്റെ ഉള്ളിൽ നോക്കി ചെറുതായിട്ട് ഫംഗസ് പോലത്തെ സാധനങ്ങളൊക്കെ ഗ്ലാസ്സിൽ ഫുള്ള് വന്നിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ചു ഇത് നമുക്കൊന്ന് ക്ലീൻ ആക്കാം. ഇത് ക്ലീൻ ആക്കേണ്ടി വരില്ലായിരുന്നു, കാരണം ഞാൻ വിചാരിച്ചു ഈ ഗ്ലാസ് മാഗ്നറ്റിക് ആണെന്ന് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുത്താലും ഇങ്ങോട്ട് പോര് വെച്ച് ഒരുപാട് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പിന്നെയാണ് മനസ്സിലായത് ബാക്കിൽ 2 സ്ക്രൂസ് ഊരാണ്ട് കഴിഞ്ഞിട്ടാണ് നമുക്കിത് കിട്ടുക. മിക്കവാറും ഈ ഗ്ലാസ് ഇപ്പോൾ പൊട്ടിപ്പോകേണ്ടതായിരുന്നു. ക്ലീൻ ആക്കുന്ന മുമ്പ് നമ്മളെ എന്താ പറയുക, താഞ്ചിറോനും നെസുക്കോനൊക്കെ നമുക്ക് കൊണ്ട് സേഫ് ആക്കിയിട്ട് എടുത്ത് വെക്കാം. ഇവിടെ ഇരിക്കും മക്കളെ, ഇവിടെ ഇരിക്കും. എന്തെന്നുള്ള ശബ്ദം ഇങ്ങനെ ശബ്ദത്തില് ഒന്നുകൂടി മ്യാവ് ആച്ചി. പണി തുടങ്ങുന്ന മുമ്പ് ലാസിക്ക് നമ്മൾ ഫുഡ് എടുത്തെടുക്കാം. ലാസി മാറി, തല മാറി, ഇത്ര മതി. ലാസിയുടെ ഫുഡും വെള്ളമൊക്കെ ഞാൻ ഇപ്പം എൻ്റെ റൂമിലിട്ട് വെക്കുന്നത്. ലാസി ഇപ്പം എപ്പോഴും എൻ്റെ കൂടെ തന്നെ റൂമിലാണ് കിടന്നുറക്കും എല്ലാം. എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ 2 സ്ക്രൂസ് ആണ് തോന്നുന്നു നമുക്ക് ഊരേണ്ടത്. ഇത് ഊരുമ്പോൾ ഈ മേലത്തെ ഈ സംഭവം കിട്ടും. ഇത് കിട്ടിയാലേ നമുക്ക് ആ ഗ്ലാസ് കിട്ടും. അല്ല, ഞാൻ ഇതൊരു ഇതങ്ങനെ ഊരി നോക്കിയിട്ട് ഇതിൻ്റെ മുമ്പത്തെ PC ആയിരുന്നു കേട്ടോ ഊരിയത്. പക്ഷേ അതിനിങ്ങനെ സ്ക്രൂസ് ഒന്നും ഇല്ല എന്നാണ് എൻ്റെ ഓർമ്മയിൽ. നോക്കാം. ആദ്യം നമുക്കിതൊക്കെ ഊരാം. ദൂരം കിട്ടില്ല. ഓക്കേ, 1 2 3 4. ഓക്കെ ഗൈസ്, എനിക്ക് പേടിത് ഞാൻ ഊരി കഴിഞ്ഞിട്ട് ഇടാൻ പറ്റായിക വരും. ഇപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഊരാനും ഫിറ്റ് ചെയ്യാനൊക്കെ സിമ്പിളാണ്. പക്ഷേ ഇതിന് ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് അധികം ഫംഗസ് വരും, അങ്ങനെ ഒരു പേടി. ഇതിൻ്റെ ഉള്ളിൽ 9 ഫാനൊക്കെ ഉണ്ട്. ഇനി ഉള്ളത് അടിച്ച് പോവാതെന്നാൽ മതി. ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് സംഭവം. PC ഒക്കെ ഓണാക്കി നമുക്ക് എല്ലാം ചെയ്യാം. പക്ഷേ ഗെയിം കളിക്കാൻ പറ്റുന്നില്ല. ഈ ആപ്പെക്സ്, ഫാർലൈറ്റ് അങ്ങനത്തെ ഗെയിം കളിക്കുമ്പോൾ സ്റ്റക്കായി ഓഫായി പോവുകയാണ് സംഭവം. ഇനിയിപ്പോൾ ഇത് കൂടുമെന്ന് അറിയത്തില്ല. എനിക്കൊരു ഇതുണ്ട്, പക്ഷേ നമുക്ക് നോക്കാം, ഓപ്പൺ ആക്കി നോക്കാം എന്താ സംഭവം എന്നുള്ളൂ. എന്നിട്ട് വേണം വെള്ളമൊക്കെ ഇട്ട് സ്പ്രേ ഒക്കെ അടിച്ചിട്ട് കഴുകാം. ഗൈസ്, PC ക്ലീൻ ആക്കുന്നതിന് മുമ്പേ എനിക്ക് ലാജിക്ക് നിങ്ങളോട് കാര്യം പറയേണ്ട. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിന് മുമ്പിട്ട് വീട്ടിൽ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഈ യൂട്യൂബ് ഓട്ടോ ഡബ്ഡ്
പറഞ്ഞിട്ടുള്ളൊരു ഫീച്ചർ ഉണ്ട്, അത് ഓൺ ആയിരുന്നു. സത്യം നിങ്ങൾക്ക് ആ വീട്ടിൽ മേലെ സെറ്റിങ്സ് പോയിട്ട് റെഡി ആക്കാം, പക്ഷേ അത് എനിക്കുള്ള സെറ്റിങ്സ് ആക്കി വെക്കായിരുന്നു കേട്ടോ. ഞാനത് ആക്കിയിട്ട് ചേഞ്ച് ആയിട്ടില്ല. ഇപ്പോഴും തോന്നുന്ന ആൾക്കാർ അങ്ങനെ തന്നെ കാണണം. അത് ഇട്ട് കഴിഞ്ഞിട്ട് ഒരുപാട് കോളൊക്കെ എനിക്ക് ഇമ്മക്കൊക്കെ വരുന്നുണ്ട്. ഇതെന്താ വേറെ ആരോ സംസാരിക്കുന്നതാണല്ലോ കേൾക്കുന്നത്, ഇംഗ്ലീഷും വേറെ ഏതൊക്കെ ലാംഗ്വേജിലൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഞാൻ റെഡി ആക്കിയിട്ട് ആയിട്ടില്ല. ഇനിയുള്ള വീഡിയോയിൽ വരത്തില്ല കേട്ടോ, ഞാൻ ഓഫാക്കി ഇട്ടെന്നാണ് എൻ്റെ ഒരു ഇത്. സോ ഗൈസ് ആരും മറക്കണ്ട, ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലാസി മോടുത്തേ മാന്ത് ഒന്നുമില്ലല്ലോ, എനിക്ക് മാന്താത്ത മേടിച്ചെന്നമ്മ നീ പോയി മാന്തൂല, അയിമ കിടന്നുറങ്ങൂ അല്ലേ. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ഊരാട്ടോ, സീനില്ല. ടൈറ്റാണോ? ഇതിന് മേലെ ഫുള്ള് പൊടിയാണ്, ക്ലീൻ ആക്കണം. ഗൈസ് ഞാൻ സ്ക്രൂ ഒക്കെ ഊരി, പക്ഷേ ഇവിടെ ഇങ്ങനെ സംഭവം കൊടുത്തത്, പക്ഷെ എനിക്ക് പൊക്കാൻ കഴിയുന്നില്ല. ഞാൻ നോക്കി പൊക്കാൻ കഴിയുന്നില്ല, എന്തോ സ്റ്റക്കായി കിടക്കുന്ന പോലെ. ഇത് പൊക്കുമ്പോൾ ഞാൻ ഗ്ലാസ് കൂടെ വെക്കുമോ എനിക്ക് അറിയത്തില്ല. എന്തപ്പോൾ ചെയ്യുക? ഇതിൻ്റെ മുമ്പിലും ഗ്ലാസ്സാണ്. ഗൈസ് ഇത് ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ട് എനിക്ക് കിട്ടുന്നില്ല സ്ക്രൂ ഊരി. പക്ഷെ ഇത് പൊക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒക്കെ നിർത്തി വെച്ച് ഞാൻ നോക്കുകയൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ അധികം വീഡിയോസിലൊക്കെ ഗ്ലാസ് പൊട്ടിപ്പോകുന്നത് കണ്ടിട്ട്, അപ്പോൾ ഞാൻ വേണ്ട വെച്ച് പുറമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ സ്ക്രൂ ലൂസ് ചെയ്ത്. പക്ഷെ എന്നിട്ട് ഈ സ്ക്രൂ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ രണ്ടെണ്ണം കൂടി വലിച്ചു നോക്കിയപ്പോൾ ആണ് മനസ്സിൽ ഇങ്ങോട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്തെടുക്കേണ്ട സംഭവമാണ്. സിമ്പിളായിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്തെടുക്കുക. അയ്യോ ഗൈസ് നോക്കി, ഇത്രയും സിമ്പിളായിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്തെടുക്കാൻ പറ്റിയ സംഭവമായിട്ട്. നോക്കിയേ പൊടി വെറുതെ അല്ല. എന്നിട്ട് ഈ ഗ്ലാസ് നമുക്ക് എടുക്കാം. ഞാൻ ഏതായാലും ഫോൺ ഇടക്കട്ടെ, എങ്ങാനും ഗ്ലാസ് എങ്ങാനും ഇങ്ങോട്ട് വീണ് പൊട്ടിയാൽ കഴിഞ്ഞു കഥം. ഗേസ് നമുക്ക് നമ്മളെ ഗ്ലാസ് കിട്ടി, ഈ സംഭവങ്ങളൊക്കെ കിട്ടി കേട്ടോ. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. പുറത്ത് നോക്കുമ്പോൾ എന്തൊരു വൃത്തി. നോക്കി ഫുള്ള് പൊടിയാണ്. പൊടി പറഞ്ഞില്ലാത്ത പൊടികളില്ല, എല്ലാ പൊടികളും മറ്റേ സ്പൈഡർ വെബ്സും എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ഗ്ലാസ് കിട്ടി, എനിക്ക് ഭയങ്കര പേടി. എന്നിട്ട് ഞാൻ ഗ്ലാസ് ഇങ്ങനെ പറിച്ചെടുക്കാൻ നോക്കുക, അത് മേലോട്ടൊന്ന് ചുമ്മാ ഒന്ന് ടക്ക് ചെയ്ത് കൊടുത്താൽ കിട്ടും സിമ്പിളായിട്ട്. എന്താ വെച്ചാൽ ഗ്ലാസ് പൊട്ടുന്ന ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട്, ഒരു പേടി. പൊട്ടിയാൽ കഴിഞ്ഞേ. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒന്ന് ജസ്റ്റ് ക്ലീൻ ആക്കി എടുക്കാം. ഈ മേലത്തതൊക്കെ നൈസ്. വൃത്തിയല്ല വർക്ക് ചെയ്യാത്ത പൊടികള്, ഫുൾ പൊടി കേട്ടോ. ഒരുപാട് ഇത് മേടിച്ചിട്ട് ഇതൊരു ക്ലീൻ ആക്കിയില്ല തോന്നുന്നു കേട്ടോ. എന്തായാലും ക്ലീൻ ആക്കട്ടെ. നോക്കിയേ ഇതിൻ്റെ അവസ്ഥ കാണാൻ പറ്റുന്നുണ്ടാവില്ല, കണ്ടില്ലേ? ഫുള്ള് പൊടികളാണ്. നന്നായി. ഞാൻ ഏതായാലും ക്ലീൻ ആക്കാൻ വിചാരിച്ചിട്ടാ. ക്ലീൻ ആക്കാം. അതിന്റെ കോല കണ്ടിട്ട് വെറുതെ ഇതിന്റെ ഉള്ളത്തെ ഹീറ്റൊക്കെ ഇവരിങ്ങനെ സർക്കിൾ ചെയ്ത് ഫാന് പുറത്തേക്ക് മേലെ കൂടിയാണ് പോവേണ്ടത്. ഹീറ്റ് അത് പോകുന്ന വഴിയില്ല, അത്രക്കും പൊടിയും എന്തൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളില്. പിന്നെ എങ്ങനെ പോവുക? നന്നായി ഞാൻ പിന്നെ യൂസ് ചെയ്യാൻ കേട്ടോ PC. അല്ല അധികം എനിക്ക് തോന്നുന്നു കംപ്ലൈൻറ്റ് ആയി. ഇനിയിപ്പോൾ ഇത് ക്ലീൻ ആക്കിയാലും എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ അതേപോലെ ഗെയിം കളിക്കാൻ കഴിയുന്നു. കാരണം എനിക്ക് അറിയത്തില്ല, നോക്കണം. എന്തായാലും ഇത് ഫുൾ ക്ലീൻ ആക്കി നോക്കണം. കാരണം അങ്ങനെ ഓഫ് ആകുമ്പോൾ ഉള്ളിലത്തെ ഏതോ ഒരു ലൈറ്റ് ഇങ്ങനെ മിന്നി കത്തുന്നുണ്ടായിരുന്നു. ഇനി ഞാൻ കത്തുന്നുണ്ടോ നോക്കണം. അങ്ങനെയാണ് എനിക്ക് പിന്നെ ആദ്യം മുതലേ ആദ്യത്തെ പോലെ തന്നെ പിന്നെ ഗെയിം കളിക്കായിരുന്നു. നമുക്ക് ആദ്യം ഇപ്പോൾ എവിടുന്ന ക്ലീൻ ആക്കാം? ആദ്യം ഈ ഫാൻ ക്ലീൻ ആക്കാം, എന്നിട്ട് നമുക്ക് ഉള്ളിലോട്ട് വരിക പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒന്നും നമ്മൾ തൊട്ടുകൂടാ. ഈ പിന്നിലെങ്ങാനൊരു ചതവോ വളവോ എന്തേലും വന്നൊക്കെ കഴിഞ്ഞ് തോന്നുന്ന കഥ. എന്തായാലും സെറ്റാക്കോ. ആദ്യം നമുക്ക് മേലേക്ക് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ആക്കാം. ഈ വൈറ്റ് സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്ത. പൂപ്പൽ, പല ടൈപ്പ് ഓഫ് പൂപ്പൽസ് ഉണ്ടാവുമല്ലോ, അതിൽ ഒരു ടൈപ്പ് പൂപ്പലൊക്കെ ആയിരിക്കും ഇത്. ഈ സംഭവത്തിൻ്റെ പേരൊക്കെ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. കൂളർ മാസ്റ്റർ. ഞാനൊരു നോർമൽ ക്ലീനേ ചെയ്യുന്നുള്ളൂ, ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്യുന്നില്ല. എനിക്ക് അറിയത്തില്ല ഇനി ഈ ഫാൻ എങ്ങാനും എന്തെങ്കിലും ആയി പോകുമെന്നൊക്കെ. അതുകൊണ്ട് ജസ്റ്റ് ഇതിൻ്റെ മേലത്തെ ഈ പൊടികളൊക്കെ ഒന്ന് തട്ടിവിടും. ജസ്റ്റ് കാണുന്ന പൊടികളും പുറത്തുള്ള പൊടികളും അങ്ങനത്തെ ഭയങ്കരമായിട്ട് വൃത്തിയാക്കുന്നില്ല. എനിക്കൊരു ഇത്, കാരണം ഇതൊക്കെ വൃത്തിയാക്കാനും കുറച്ചൊരു ഇതൊക്കെ വേണം. സോ അങ്ങനത്തെ ടൂൾസ് എൻ്റെ കയ്യിലുള്ള ടൂൾസ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ക്ലീൻ ആക്കുന്നത്. ഞാൻ ഫാൻ ഇങ്ങനെ എങ്ങാനും
താനെ ഇനി കറങ്ങി പോയാൽ ഇനി വല്ലതും എന്ത് സംഭവിച്ചാലോ, എന്തിനാ വെറുതെ. നമുക്ക് അങ്ങനെ ഇനി ഇത് ജസ്റ്റ് ഞാൻ മേലെ ക്ലീൻ ആക്കിയിട്ടാ. ഇനി ഉള്ളും പിന്നെ ഈ പൊടികളും ഈ സംഭവം ഒന്നും പിന്നെ സീനില്ല, ടച്ച് ചെയ്താലും മേലൊന്നും. അതേപോലെ താഴത്തെ ഫാൻ, ഈ താഴത്തെ ഫാനിൻ്റെ ഇതും ഈ ഏറ്റവും അടിയിൽ പുറത്തു കൂടി നമുക്ക് ഇങ്ങനത്തെ ഒരു നെറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ താഴത്തൊന്നും സീൻ ഉണ്ടാവില്ലായിരുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, എന്നിട്ട് വർക്ക് ചെയ്യാൻ നോക്കണം. ലാസ്റ്റ് വർക്ക് ചെയ്യാതെന്നാൽ കഥ കഴിഞ്ഞു പോകും. ലാസ്റ്റ് അവിടെ ഭയങ്കര വെള്ളം കുടിക്കില്ല. ഞാനിപ്പോൾ ഈ വീട്ടിലെല്ലാം പണിയെടുക്കുന്നത്, അവിടെ അതിനാണ് വിശപ്പും ദാഹവും ഒക്കെ. എന്താ കഥ. ഗൈസ് നമ്മൾ ക്ലീനിങ് പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് കണ്ടോ, ചെറുതായിട്ടുള്ളൂ. ഇനി അവിടെ ഇവിടെയൊക്കെ പൊടി ഉണ്ട്, ആ സാരില്ല, കടന്നോട്ടെ. പിന്നെ മേലെ ക്ലീൻ ചെയ്തു. ഇത് ജസ്റ്റ് ഒന്ന് തട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. വെള്ളം ഇട്ടിട്ടൊന്നും കഴുകുന്നില്ല കേട്ടോ. പിന്നെ ഗ്ലാസ് ജസ്റ്റ് നമ്മൾ ഉള്ളിലൊന്ന് ക്ലീൻ ചെയ്ത്, ഗ്ലാസ് പിന്നെ ക്ലീൻ ചെയ്യുന്നൊരു സ്പ്രേ എൻ്റെ ഉണ്ട്. അതുകൊണ്ട് ആ സ്പ്രേ അടിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഇനി നമുക്കിത് വെച്ച് കൊടുക്കുക, അത് വെക്കുക, മറ്റേ വെച്ച് മൂടുക. എന്നിട്ട് നമുക്ക് പുറത്ത് ഗ്ലാസ് ക്ലീൻ ആക്കാം. ഇങ്ങനെ മറന്നുപോയി ഗൈസ് എങ്ങനെ ഗ്ലാസ് വെക്കണ്ടെന്ന്. ഓക്കെ, സെറ്റ്. ഇങ്ങനെ വെക്കുക, മെല്ലെ അങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് കൊടുക്കുക. എവിടെ സ്ലൈഡ് ചെയ്ത് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. ഇത്രയും ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് എടുക്കാൻ പറ്റിയ സാധനം ഞാൻ നേരത്തെ ഇവിടെ പിടിച്ചിങ്ങനെ പൊക്കി നോക്കിയത്. പിന്നെ സ്ക്രൂ എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ 2 സൈഡ് വലിച്ച് നോക്കിയപ്പോഴാണ് ഇതും കൂടി പോകുന്നത്. അല്ലെങ്കിൽ ഈ ക്ലീനിങ് ഒന്നും നടക്കില്ലായിരുന്നു. ഇത് സിമ്പിളാ. സെറ്റ്. സ്ക്രൂ ഇട്ട് 2 ഇട്ട്. യെസ്, നമുക്ക് ഗ്ലാസിൻ്റെ പുറത്തൊന്ന് ക്ലീൻ ആക്കി കൊടുക്കാം. ലാച്ചിക്ക് ചുക്കാണോ ലാസി? ഇപ്പം ഇതിൻ്റെ വൃത്തി നോക്കിയേ. മറ്റേ നമ്മൾ ഗ്ലാസ് പുറത്ത് എത്ര വൃത്തിയാക്കിയിട്ട് വൃത്തിയാവില്ലേ, കാരണം ഉള്ളിൽ അത്രയും പൊടിയാണ്. ഇപ്പം നോക്കി ഒന്നും കാണാൻ കഴിയുന്നില്ല, അത്ര ക്ലീന്. ഓ സെറ്റ്. ഇത് ജസ്റ്റ് ഇവിടേക്കൊക്കെ എടുത്തിട്ട് പ്ലഗ് ഇൻ ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കുക. വർക്ക് ആവുണ്ടോ എന്ന് നോക്കുക. ആദ്യം ഞാൻ അവിടെ ഇവിടെ ടച്ച് ചെയ്തിട്ട് എല്ലാം പോയോന്നും അറിയത്തില്ല. നമ്മളെല്ലാം കണക്ട് ചെയ്ത് ഇത് ഓൺ ആയിട്ടുണ്ട്, ലൈറ്റ് കത്തുന്നുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് മെയിൻ പവർ ഓണാക്കി വെക്കാം. ഭാഗ്യം, എല്ലാം വർക്കിംഗ് ആണ്. ഫാന് കറങ്ങുന്നുണ്ടല്ലോ, എല്ലാ ഫാനും കറങ്ങുന്നുണ്ട് കേട്ടോ. സമാധാനമായി ഓണായിന്. യെസ്, PC യുടെ വർക്കിംഗ് ആണ്, എല്ലാം ഓൺ ആയിട്ടുണ്ട്. ഇത് ഞാൻ കണക്റ്റ് ആക്കിയിട്ടില്ല, ഞാൻ ഇപ്പം ഇത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെ ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. സമാധാനമായി ഗൈസ്. പിന്നെ നമ്മൾ ഈ സെറ്റപ്പ് കാണാത്തവർക്കായിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം. നമ്മളെ സെറ്റപ്പ് ഇപ്പോൾ ഒരുപാടായിട്ട് ഇത് വർക്ക് ചെയ്യിപ്പിച്ച് ഇടയ്ക്ക് എന്തെങ്കിലും കാര്യത്തിന് മാത്രം ജസ്റ്റ് തുറന്നാൽ ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം, അങ്ങനെ ഉള്ളൂ. ഇപ്പോൾ ഗെയിമൊക്കെ കളിച്ചിട്ട് ഇതൊന്ന് 2-3 മാസമായിട്ടോ ഗെയിമൊക്കെ കളിച്ചിട്ടില്ല. 2-3-4-5 മാസമായി ഗെയിമൊക്കെ കളിച്ചിട്ട്, കാരണം ഈ പ്രോബ്ലം കാരണം. പക്ഷെ ഇപ്പം എന്തൊരു വൃത്തിയെ കാണാൻ PC കറക്റ്റ് കാണാം. നേരത്തെ കാണുമ്പോൾ ഉള്ളിൽ ഫുള്ള് കുത്തു അത് ഇതൊക്കെ ആയിരുന്നു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഗെയിം ഒന്ന് ഓപ്പൺ ആക്കി നോക്കി. എനിക്ക് ഉറപ്പില്ല വർക്ക് ആവുമെന്ന്. എനിക്കൊന്ന് ഓഫായി പോകുമെന്ന് തോന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെ വർക്ക് ആയാലും. ഇതാണ് നമ്മളെ ഗെയിമിംഗ് സെറ്റപ്പ് കേട്ടോ. നമ്മളെ മറ്റേ സ്റ്റിയറിംഗ് വീലും മറ്റേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എടുത്ത് മാറ്റി വെച്ചാണ് ഇപ്പോൾ യൂസ് ചെയ്യാത്തതുകൊണ്ട്. ഇതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന സംഭവം ഒന്ന് ഇതാണ്. പിന്നെ നമ്മളെ മൗസാണ്. യെസ്, ഇത് ഗെയിം കളിക്കാൻ പറ്റിയ മൗസ്. കാരണം ഞാൻ ഈ അപ്പെക്സ് ഫാർലൈറ്റ് കളിക്കുമ്പോൾ നമ്മളെ ക്യാരക്ടറിന് ഓരോ സൂപ്പർ പവർ ഉണ്ടാവും. ഇത് എല്ലാം ബട്ടൺസാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ കീബോർഡിൽ അത്ര ഒരുപാട് ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒക്കെ ഈമലത്തിന് ഉണ്ടാവേണ്ട. അത് എനിക്ക് മൗസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരുപാടായി ഗെയിമൊക്കെ കളിച്ചിട്ട് എന്തോ പോലെ. ആദ്യം ആ ഗെയിമിൽ കളിച്ച് ഭയങ്കര സിമ്പിളായിട്ട് ഇങ്ങനെ എന്താ പറയുക, മൗസിലായാലും കീബോർഡിലായാലും കൺട്രോൾ ചെയ്യാൻ ഭയങ്കര സിമ്പിളായിരുന്നു. ഇനിയിപ്പോൾ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അന്നേ ഞാൻ ഒരുപാട് കാലത്തിന് ശേഷം ഗെയിം കളിച്ചപ്പോൾ കൈക്കൊക്കെ ഭയങ്കര പെയിൻ ആയിരുന്നു. ഇങ്ങനെ നിൽക്കി കളിച്ചിട്ട് ഗൈസ്. നമുക്ക് ഏതെങ്കിലും ഒരു ഗെയിം തുറന്നു നോക്കാം, ഓപ്പൺ ആക്കി നോക്കട്ടെ. ഇനിയിപ്പോൾ അതെങ്ങാനും ഇനിയും റീഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഗൈസ്. നമ്മളെ ഗെയിംസൊക്കെ ഉള്ള സ്റ്റീം
കാണുന്നില്ല. ആപ്ലിക്കേഷൻ സംഭവം ഇതിൽ കാണുന്നില്ല. എനിക്കറിയത്തില്ല, ഡിലേറ്റ് ആയി പോകുമോ എങ്ങോട്ടോ മാറ്റി തോന്നി, എനിക്കറിയത്തില്ല. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ സെറ്റാക്കി വരുമ്പോൾ ടൈം എടുക്കും. അപ്പോഴാണ് ഞാൻ നോക്കിയത്. അന്ന് ഞാൻ നമ്മളാ ഗെയിമിൽ എന്താ പറയുക, വാലോറൻറ്റ് പറഞ്ഞിട്ടുള്ള ഗെയിമില്ലേ, ഷൂട്ടിംഗ് ഗെയിം, അത് ഞാൻ അന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ച് ഒരു എയിമായി വന്നിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ആ ഗെയിം കളിക്കുക. നമ്മളെ ബാക്കിയുള്ള പോലെ ഷൂട്ടിംഗ് ഗെയിംസ് ഒന്നും കളിക്കുന്ന പോലെ അല്ല. അതിലത്തെ ഗണ്ണ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. എന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെ റെഡിയായിക്കോ വന്ന ടൈമിലാണ് ഈ പണ്ടാറ പീസ് ഇങ്ങനെ ആയത്. അതായത് എനിക്ക് അധികം വിഷമമായത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്നിട്ട് നമ്മളെ ഗെയിം വാലോറൻറ്റ് ഞാൻ ഇവിടെ ലോഗിൻ ചെയ്തിട്ട് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് ലോഡിങ് ആണ് ഗൈസ്. ഇത് എന്താണ്, എനിക്കൊന്ന് അപ്ഡേഷൻ എന്തോ ആണ്. എത്ര 21 GB ആണ്. കുറച്ച് ടൈം എടുക്കും. അപ്പോഴത്തേ നമുക്ക് താഴത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് വരാം. ഫുഡ് കഴിച്ച് എന്നിട്ട് നമുക്ക് വന്നിട്ട് സ്റ്റീമൊക്കെ റെഡി ആക്കണം. അതിൽ കാരണം ഒരുപാട് ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതെനിക്ക് വിട്ടു കൊടുക്കാൻ പറ്റത്തില്ല. ലാസി ഉറങ്ങിക്കോ. ലാസി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കണ്ണ് തുറന്നിട്ടൊക്കെയാണ് ഉറങ്ങുന്നത്. ലാച്ചി ഉറങ്ങിക്കോ കേട്ടോ. അപ്പോൾ ഞാനേ ഫുഡ് കഴിച്ച് വരാം. ഓക്കേ ലാച്ചി? എന്തായാലും അതവിടെ ഓക്കെ, എന്തായാലും അത് അവിടെ ലോഡ് ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് കഴിച്ച് വരാം ഗൈസ്. ഇമ്മ ഈ പൂവ് ഇങ്ങനെ മാറ്റി ഇട്ടോണ്ടിരിക്കട്ടോ. നോക്കി, നല്ല ഭംഗിയുണ്ട് കാണാൻ. ബിരിയാണിയാ? ഇത് ചിക്കൻ്റെ സ്മെല്ല്. പിന്നെ എന്താണ്, ചിക്കൻ കറിയോ? ഇത് കഴിഞ്ഞു കേട്ടോ, ടൈം കഴിഞ്ഞാണ്. എന്ത് പരിപാടിയാണെങ്കിലും ഇവിടെ ഈ ലൈവ് ഫുൾ ടൈം ഓണായിരിക്കും. കാരണം എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ ഓടിച്ചാടി വരാലോ. ഇത് കഴിച്ച് വന്നപ്പോഴത്തേ നോക്കി നമ്മളെ ഗെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഗെയിം ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇതൊന്ന് കളിച്ച് നോക്കട്ടെ കേട്ടോ. സത്യം ഇത് കളിക്കാൻ എനിക്ക് ഓർമ്മയില്ല ഞാൻ ഏത് ക്യാരക്ടറായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്ന. ആ ക്യാരക്ടറിന്റെ സൂപ്പർ പവറും പിന്നെ ഇതിൻ്റെ ഏതൊക്കെ ബട്ടൺസ് ആണ് യൂസ് ചെയ്തതെന്ന് സത്യം എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്തായാലും കുറച്ച് നേരം ഇതിൽ ഇരുന്ന് നോക്കട്ടെ, ഇത് ഓഫായി പോകുന്നുണ്ടോ എന്ന് നോക്കണം. അതാണ് നമ്മളെ മെയിൻ പരിപാടി. സോ ഞാൻ കളിച്ചോടെ പ്ലേ. ഒന്നും ഓർമ്മയില്ല കേട്ടോ. ഞാൻ എൻ്റെ ലൂക്കറെക്സ് എന്നാട്ട് എൻ്റെ പേര് കണ്ടോ. 5 ആണ് ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഞാൻ നല്ലോണമൊക്കെ ഇപ്പം ഒന്ന് പഠിച്ച് വരികയായിരുന്നു, കൺട്രോളിങ് കാര്യങ്ങളൊക്കെ. അപ്പോഴാണ് ഓക്കെ, നമുക്ക് സ്റ്റാർട്ടാക്കാം. വൈ ഇങ്ങനെയാണ് എഴുതി കാണിക്കുന്നത്. ഫോളോയിങ് മെമ്പേഴ്സ് ഹാവ് ആക്റ്റീവ് ക്യൂ പെനാൽറ്റീസ്. വാവ്, ലൂക്കറെക്സ്. കാരണം ഞാൻ ഇതിന്ന് പോയത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ PC ഓഫ് ആവുന്ന റീസൺ കാരണം ഞാൻ കട്ടായി പോകില്ല. അങ്ങനെ 2-3 വട്ടം ഞാൻ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഓപ്പൺ ആക്കിയപ്പോൾ എന്നെ പെനാൽറ്റീസ് കിട്ടിയത്. ഇനിയിപ്പോൾ ഇതിൽ താഴത്ത് എന്തോ 30 മിനിറ്റ്സ് കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നു 30 മിനിറ്റ്സ് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഒന്ന് പ്ലേ ചെയ്യാൻ കഴിയും. ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ചൊന്ന് എനിക്ക് നോക്കാനായിരുന്നു. ഇത് ഓവർ ഹീറ്റ് ആവുന്നുണ്ടോന്ന്. ഇനിയിപ്പോൾ വേറെ ഗെയിം ഉണ്ട്, ഞാൻ നോക്കട്ടെ. നമ്മളെ ഗെയിം ഇവിടെ സെറ്റായിട്ട് 30 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് സ്റ്റാർട്ടാക്കിയപ്പോൾ റെഡി. ഇതിപ്പോൾ എനിക്ക് അറിയത്തില്ല ഇതിനൊക്കെ എന്തൊക്കെ പവറായിരുന്നു, യാതൊരു ഓർമ്മയില്ല. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇപ്പോൾ ഇതെടുക്കാം. എന്തായിരുന്നു ആൾക്ക് പവർ ഒരു ഓർമ്മയില്ലല്ലോ. എവിടെ എൻ്റെ മൗസിൻ്റെ ഇത്? ഓക്കെ, എനിക്കൊന്ന് സ്പീഡാണോ ഒരു സംശയമുണ്ട്. ഫ്രം എന്തൊക്കെ ഉണ്ട് ഇതൊക്കെ. ഇതിൻ്റെ ബട്ടൺസ് മൗസിൽ ഞാൻ ഏതൊക്കെ ഫിക്സ് ചെയ്തൊന്നും ഓർമ്മയില്ല കേട്ടോ. ഇതെല്ലാം ഞാൻ ശരിക്കും കീബോർഡിനെക്കാട്ട് യൂസ് ചെയ്യാം മൗസ് വെച്ചിട്ടോ. മൗസിൽ ഇത് ഓരോ ബട്ടൺ ഞാൻ ഈ ഓരോരോ ഇതാക്കി വെക്കും. അങ്ങനെയാണ്. നോക്കട്ടെ, കളിച്ച് നോക്കട്ടെ ഇത് ഓഫ് ആവുന്നുണ്ടോന്ന്. ഇപ്പോൾ സെറ്റാണ്, കൂളായിട്ടാണ് കിടക്കുന്നത്. നോക്കാം. ഇതുവരെ ഔട്ടായിട്ടില്ല. 2ാമത്തെ റൗണ്ടാണ് കളിക്കുന്നത്. 2ാമത്തെ റൗണ്ട് പെട്ട കഴിഞ്ഞ് ഞാൻ ആദ്യം ഔട്ടായിട്ട് എനിക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല കേട്ടോ. സെറ്റ് ഇതാണ് കേട്ടോ ഗെയിം. അവർ ജയിച്ചു, പിന്നെ അല്ല നമ്മളെല്ലാവരും ചത്ത്. ഗൈസ് ഇപ്പം ഞാനൊരു 10-15 മിനിറ്റോളായി കളിക്കുന്നത്. ഇതൊരു ഓഫായിട്ടില്ല. കൊള്ളാം. എനിക്ക് കുറച്ചുകൂടി ഒരു ഇത് വന്ന് ഇത് കളിക്കാൻ തുടങ്ങിയപ്പോൾ. പിന്നെ ഇത് സൗണ്ട് നിങ്ങൾ കേൾക്കത്തില്ല. ഞാൻ ഹെഡ്ഫോൺ വെച്ചുകൊണ്ട് സെറ്റ് ഒരു 4-5 കില്ലൊക്കെ എടുക്കാൻ. ഇതിൽ 4-5 കില്ല് എടുക്കാറുണ്ട്. കുറച്ച് വലിയ സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് കളിക്കാൻ. പക്ഷെ കൊള്ളാം. ഓഫ് ആന്നാൽ മതി കുറച്ചേ. ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യട്ടോ ഗൈസ്. ഇനി കുറച്ച് നമുക്ക് ഗെയിമിങ് വീഡിയോസ് ഒക്കെ ആയാലോന്നാണ്. ഇത് നോക്കട്ടെ, ഞാനിത് കുറച്ച് നേരം കൂടി ഞാൻ ഇങ്ങനെ വെച്ച് നോക്കട്ടെ എന്താവുന്നത്. എന്നിട്ട് നോക്കാം.